നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സല്ല അലയ്യ ഫീ യൗമിൻ മിഅത മറ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബിഹാ അൽഫ അൽഫി ഹസനത്തിൻ വമഹാ അൻഹു അൽഫ അൽഫി സയ്യിആ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 ലക്ഷത്തോളം നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. 10 ലക്ഷം തിന്മകളും അല്ലാഹു മായ്ച്ചു കളയുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 100 സ്വലാത്ത് ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തും. 10 ലക്ഷം തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. അതാണ് പറഞ്ഞത്. قال رسول الله صلى الله عليه وسلم من صلى علي في يوم 100 مرة كتب الله له بها ألف ألف حسنة ومحى عنه ألف ألف سيئة. ആരെങ്കിലും എൻ്റെ മേൽ ഒരു ദിവസം 100 സ്വലാത്ത് ദിനേന ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 ലക്ഷത്തോളം നന്മകൾ രേഖപ്പെടുത്തുന്നതത്രേ. 10 ലക്ഷത്തോളം തിന്മകളും അല്ലാഹു മായ്ച്ചു കളയുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സല്ലാ അലയ്യ, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ഒരു വ്യക്തി ആരെങ്കിലും റസൂലുള്ളാഹിയുടെ മേൽ ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇതൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇതൊരു മറ്റൊരു രീതിയിലുള്ള സ്വലാത്താണ്. ഏത് രീതിയിലാകട്ടെ റസൂലുള്ളാഹിയുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കുതിബ ലഹു 10 ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. വമുഹിയ അൻഹു ബിഹാ 10 സയ്യിആത്ത്, അവൻ ചൊല്ലിയതാകുന്ന ഒരു സ്വലാത്തിന്റെ മഹിമ റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. 10 നന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നു എന്ന് മാത്രമല്ല, അവൻ ചെയ്തു വെച്ചതാകുന്ന പാപങ്ങളുടെ 10 അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. തീർന്നില്ല സഹാബ, 10 പദവികൾ അല്ലാഹു ഉയർത്തുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാഹു 10 ഉയർത്തി കൊടുക്കുന്നതാണ്. തീർന്നില്ല. വകുന്ന ലഹു അദ്ല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെതാകുന്ന പ്രതിഫലവും അല്ലാഹു അവന് രേഖപ്പെടുത്തുമേ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെയെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 100 സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം 10 ലക്ഷം നന്മകൾ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തും. 10 ലക്ഷം തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. കാരണം എന്തുകൊണ്ട്? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 നന്മകൾ രേഖപ്പെടുത്തുന്നു, 10 തിന്മകൾ മായ്ക്കുന്നു, 10 പദവികൾ അല്ലാഹു ഉയർത്തുന്നു, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുന്നു. തീർന്നില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സല്ല അലയ്യ സ്വലാതൻ വാഹിദതൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കതബൽ അമറല്ലാഹു ഹാഫിളി അല്ലാ യക്തുബ അലൈഹി
ദംബൻ സലാസത അയ്യാം. 3 ദിവസത്തേക്ക് ഈ മനുഷ്യന്റെ പാപങ്ങൾ എഴുതരുതേ എന്ന് അവനെ കാക്കുന്ന മലക്കുകളോട്, റഖീബ് അതീദിനോട് അല്ലാഹു കൽപ്പിക്കുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 3 ദിവസത്തേക്ക് അവൻ ചെയ്യുന്നതാകുന്ന തിന്മകൾ അടയാളപ്പെടുത്തരുതേ എന്നവരെ ഒരൊറ്റ സ്വലാത്തിന്റെ മഹിമ കാരണമായി മലക്കുകളോട് അല്ലാഹു പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാക്കപ്പെടുന്നു. മനസ്സിലാക്കണം. അതൊക്കെ എത്രയാണ് മാഷാ അല്ലാഹ്. പറയാനാണെങ്കിൽ സലാത്തിന്റെ മഹിമ പറഞ്ഞ് ദിവസങ്ങളോളം വാഴ്ന്നു പറയണം. അത്രത്തോളം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ച് ചൊല്ലിക്കോ നാരി സ്വലാത്ത്.